പെരിനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗിക്ക് മരുന്നുമാറി നൽകി രോഗി അബോധാവസ്ഥയിലായ സംഭവം. ഉത്തരവാദിയായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് UDF പെരിനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം ഉദ്ഘാടനം ചെയ്തു. പെരിനാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രോഗിക്ക് മരുന്നുമാറി നൽകി രോഗി അബോധാവസ്ഥയിലായ സംഭവത്തിൽ ഉത്തരവാദിയായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് UDF പെരിനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. യോഗം UDF കുണ്ടറ നിയോജക മണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം ഉദ്ഘാടനം ചെയ്തു. എന്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് ഒന്നാം പ്രതി നഴ്സല്ല, ഈ പഞ്ചായത്ത് ഭരിക്കുന്ന CPM-ഉം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭരിക്കുന്ന BJP-യുമാണ് ഈ കേസിലെ ഒന്നാം പ്രതി. പണ്ടകാമർ പറയും ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരനൊരു സ്വഭാവം. ആരെങ്കിലും പിടിക്കാൻ പുറകെ ഓടിയ കുറച്ച് ദൂരെ ചെന്നിട്ട് തിരിഞ്ഞു നിന്നില്ല, പുറകെ ഓടുന്നവനെ നോക്കി കള്ളാന്ന് വിളിക്കും. അതുപോലെയാണ് എവരുടെ കഴിവുകേട് കൊണ്ട് ഇവിടെ ഒരു മനുഷ്യന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം. ആ സാഹചര്യത്തിലേക്ക് എത്തിയപ്പോ ജനം തങ്ങളെ പിടിക്കുമെന്നായപ്പോ ആദ്യം വന്ന് ഇവിടെ സമരം ചെയ്തെന്ന് പറഞ്ഞു. ഇത് പിണറായി വിജയൻ, ജ്യോതിർനിവാസേട്ടനെ ഞാനുമായിട്ട് പറഞ്ഞുകൊണ്ട് വന്നു. പിണറായി വിജയൻ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ സമരം ചെയ്ത് അംഗീകരിക്കും. അതുപോലെയാണ് പെരിനാട് പഞ്ചായത്തിന്റെ മുന്നിൽ, ഈ FHSയുടെ മുന്നിൽ ഈ പഞ്ചായത്തിലെ ഭരണക്കാര് സമരം ചെയ്തത്. പിന്നെ ഒരു കാര്യം പറയാം, ഇതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല, ഒറ്റപ്പെട്ട സംഭവവുമല്ല. പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ ഇതല്ല, ഇതിനപ്പുറവും കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോൺ കുമാർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി RS സബിൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഡി പണിക്കർ, K ബാബുരാജൻ, M ജയശങ്കർ, പോൾ സേവിയർ, D സുരേഷ്, B ജ്യോതിർനിവാസ്, V നൌഫൽ, ശിവശങ്കരപിള്ള, പ്രസന്ന പയസ്, C നെപ്പോളിയൻ, എഡിസൺ, നിസാമുദ്ദീൻ, പത്മലോചനൻ, അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.